ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നല്ലൊരു അയക്കൂറ മീൻകറി എങ്ങനെ നല്ല നാടൻ സ്റ്റൈൽ ഉണ്ടാക്കുന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു അയക്കൂറ മീൻ, പിന്നെ തക്കാളി, ഒരു ചെറിയ കഷ്ണം ഉള്ളി, ഒരു പച്ചമുളക്, ഒരു ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് ചതച്ചെടുത്തിട്ടുണ്ട്, പിന്നെ കറിവേപ്പിലയും അത്രയും സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നല്ലൊരു ചട്ടിയാണ് കേട്ടോ. ഞാനിവിടെ മൺചട്ടിയിൽ ഉണ്ടാക്കുന്നത്. മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ അറിയാമല്ലോ, മീൻ കറിയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ മൺചട്ടി വെച്ച് നന്നായി ചൂടായപ്പം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു മലബാർ സ്റ്റൈലിൽ നാടൻ അയക്കൂറ മീൻ കറിയാണ്. ഞാനിവിടെ അധികം വലിയ അയക്കൂറ പീസല്ല കേട്ടോ എടുത്തിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ കറി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര വലിയ പീസ് ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഒരു മീഡിയം സൈസ് പീസാണ് എടുത്ത് വെച്ചത്. അപ്പം നമുക്ക് വെളിച്ചെണ്ണ ചൂടായപ്പം കുറച്ച് ഉലുവ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം ഉള്ളി, ഞാനിവിടെ ഒരു ഹാഫില്ല, ഒരു കാൽഭാഗം ഉള്ളി സ്ലൈസാക്കി കട്ട് ചെയ്തിട്ട് വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം അതൊന്ന് വഴറ്റി കൊടുക്കാം. അയക്കൂറ മീൻകറി പല ടൈപ്സിലും വെക്കാം, പക്ഷേ ഈ ഒരു മീൻകറിയാണ് നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടം. എന്താണെന്ന് വെച്ചാൽ ചോറിൻ്റെ കൂടെയും പൊറോട്ടേൻ്റെ കൂടെയും പൂരീൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. എന്നാൽ ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡിലുള്ളൊരു മേക്കിംഗ് രീതിയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളൊക്കെ അധികം ഈ ഒരു മെത്തേഡിലാണ് ചെയ്യാറ്. പിന്നെ ഭയങ്കര എളുപ്പമായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം പിന്നെ നമ്മുടെ ഉള്ളി ഉണ്ടല്ലോ, അത് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് തക്കാളി, ഞാനിവിടെ ഒരു 1.5 വലിയ തക്കാളിയാണ് എൻ്റെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു 1.5 തക്കാളിയും, പിന്നെ ഞങ്ങൾക്ക് ഇവിടെയൊക്കെ വലിയ ഇതാണ് കിട്ടുക, വെളുത്തുള്ളി. അതുകൊണ്ട് തന്നെ ഒരു 2 വലിയ വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി ചതച്ചിട്ട് അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയും ഇട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണ് മുളക് പൊടി, അത്യാവശ്യം എരിവ് എന്നാൽ ഭയങ്കര എരിവില്ലാത്തൊരു മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞളിൻ്റെ പൊടിയും, പിന്നെ എൻ്റെ അടുത്ത് ഫിഷ് മസാല ഉണ്ടായിരുന്നു. ഫിഷ് മസാല ഇട്ടാൽ മീൻ കറിയൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ അതും കൂടെ ഒരു ടീസ്പൂണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ തക്കാളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് നന്നായിട്ട് വാടേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് ഫ്ലെയിം കൂട്ടി വെക്കാൻ പാടില്ല. ഈ മസാലപ്പൊടികളൊക്കെ ഇടുന്ന ടൈമിൽ നമുക്കൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലായിരിക്കണം തീ ഉണ്ടാവേണ്ടത്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളെ മസാലപ്പൊടികൾ കരിഞ്ഞു പോയാൽ കറീൻ്റെ ടേസ്റ്റ് ഫുള്ളി മാറിപ്പോവും. അതിന് ശേഷം ഞാൻ ഇവിടെ കുറച്ച് പുളിയില്ലേ, വാളംപുളി വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അത് വീഡിയോ മിസ്സായി പോയതാണ്. ഒരു ചെറിയൊരു ഉണ്ട വാളംപുളി എടുത്ത് വെള്ളത്തിലിട്ട് അതൊന്ന് അലിയിച്ചതിന് ശേഷം ഈ മീൻ കറിയിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം അത് തിളക്കാൻ തുടങ്ങിയപ്പോൾ നമ്മളെ മീനിൻ്റെ പീസുകൾ ഓരോന്നായിട്ട് ഇതാ കറിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അയക്കൂറേൻ്റെ കറിയാണ്. ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ടേസ്റ്റിയുള്ളത്. നമ്മളെ കറി ഇതാ നന്നായിട്ട് തിളക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നല്ല സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ടൈമിൽ കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും, ഒരുപാട് ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ആയാൽ കറി വലിയൊരു ടേസ്റ്റ് മാറിപ്പോൾ. അതുകൊണ്ട് തന്നെ എല്ലാം ആവശ്യത്തിന് മാത്രം ചേർക്കുക. ഞാനിവിടെ കുറച്ച് നമ്മളടുത്ത് വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് തന്നെ വെറും 2 അല്ലി മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതൊന്ന് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുത്തതാണ്. ആ കറിയൊക്കെ നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കുറച്ച് ടൈം ഒരു ലോ ഫ്ലെയിമിലൊരു 10 മിനിറ്റ്സ് അടച്ച് വെച്ചതിന് ശേഷം ഉള്ളൊരു കറിയാണ് കേട്ടോ ഇത്. പെട്ടെന്ന് തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ ആ പുളിവെള്ളവും മസാലകളൊക്കെ ഒന്ന് മീനിൻ്റെ അകത്തൊക്കെ ഒന്ന് പിടിക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് കുറച്ച് ടൈം ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ചതിന് ശേഷം നമ്മളെ കറി ഇങ്ങനെയായി വന്നിട്ടുണ്ട്. അടിപൊളി കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.